but I tell you what, Santa Claus is coming to town. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്നൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരുവിധം ഐറ്റംസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്നാലും എന്തെങ്കിലും കിട്ടുമോ നോക്കാനായിട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ പോവാണ്. ഇവിടെ ഇങ്ങനെ പുറത്തൊക്കെ ബ്രോഡ്വേയിൽ ഇങ്ങനെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ക്രിസ്മസ് ആയിട്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതാ ഇപ്പോൾ ഡീൽസ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇവിടെ എല്ലാ ഐറ്റംസും ഒരു റീസണബിൾ റേറ്റിൽ കിട്ടും. ഇവിടെ ക്രിസ്മസ് ആയ കാരണം ക്രിസ്മസ് റിലേറ്റഡ് ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള പല കളറുകളിലുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. റെഡ് ഉണ്ട്, പിന്നെ അതുപോലെ വൈറ്റ് ഉണ്ട്, പിന്നെ ഗോൾഡൻ കളറുണ്ട്, പിന്നെ ഒരു പീച്ച് പോലത്തെ ഒരു കളറുണ്ട്. ലാസ്റ്റ് ഇയർ ഇവിടെ ബ്ലൂ കളർ ഉണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു. അപ്പോൾ നമുക്കിഷ്ടമുള്ള കളറിൽ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ ഞങ്ങളൊരു റെഡ് ആൻഡ് ഗ്രീൻ കളർ വരുന്ന പോലെയാണ് കേട്ടോ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അതുപോലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനുള്ള ഐറ്റംസാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു വർഷവും അത് തന്നെയാണ് ചെയ്യുന്നത്, മാറ്റമൊന്നുമില്ല. ഈ ഓർണമെൻറ്റ്സ് കൂടാതെ വീടിന് പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡോറിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ പോലത്തെയൊക്കെ. പിന്നെ ക്രിസ്മസ് തീമിലുള്ള ഹാറ്റ്, അതുപോലെ തന്നെ ലൈറ്റ്സ്, പിന്നെ ഗിഫ്റ്റ് റാപ്പ്, ഗിഫ്റ്റ് ബാഗ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ ആളുകൾ ക്രിസ്മസ് ട്രീ മാത്രമല്ല ഒരുക്കുന്നത്, അവരുടെ വീടേ മുഴുവനായി ക്രിസ്മസിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരുങ്ങും. പാത്രങ്ങൾ, കിച്ചൺ ടവല്, വിൻഡോ കർട്ടൻസ്, ഫ്ലോർ മാറ്റ്, അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ലിക്വിഡിൻ്റെ ബോട്ടിൽ, എന്തിനേറെ പറയുന്നു ടോയ്ലറ്റ് സീറ്റ് വരെ ക്രിസ്മസ് തീമിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചിട്ട് പോന്നു. അപ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു ക്യൂട്ട് പെൻ, നന്നായിട്ടില്ലേ. അപ്പോൾ ഇവിടെ സമയം 5:30 ഒക്കെ ആയിട്ടുള്ളൂ, പക്ഷേ നല്ല ഇരുട്ടായി. പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വരുന്ന വഴി കണ്ടതാണ് ഇവിടുത്തെ ഈ ലൈറ്റ്സ്. അപ്പോൾ നിങ്ങളെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ന്യൂ ഇയർ വരെ ഈ ഒരു ലൈറ്റ്സ് ഇവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി ഡെക്കറേഷൻ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ്. അപ്പോൾ ഇതിൽ ഈ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ് എല്ലാതും നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. ഈ ഒരു ലൈറ്റ് നമ്മൾ അതിന് മുൻപത്തെ വർഷം വാങ്ങിയതാണ്. അപ്പോൾ ആ ഒരു വർഷം നമുക്ക് ഈ ഒരു ലൈറ്റ് മാത്രമേ ക്രിസ്മസ് ഡെക്കറേഷനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഭദ്രമായിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വർഷം വാങ്ങിയ ഓർണമെൻറ്റ്സ്. അപ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് എടുത്തു വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ട്രീ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് കുറച്ച് പണിയുള്ള കാര്യം. അപ്പോൾ ഏട്ടനും ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് ഹാറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ചുമ്മാ അതും തലയിൽ വെച്ചിട്ട് ആ ഒരു ക്രിസ്മസ് ഫീൽ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ട്രീ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് വിടർത്തിയെടുക്കണം കേട്ടോ. അത് കുറച്ച് സമയമെടുക്കുന്ന ടാസ്ക്കാണ്. അപ്പോൾ ഏട്ടനും പിന്നെ അച്ഛനും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് ചെയ്തു തുടങ്ങിയത്.
ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തു കേട്ടോ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. ഇവർ സ്റ്റാർട്ടിങ് അച്ഛനും ഏട്ടനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ലൈറ്റ്സൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആകെ ബോറടിച്ചപ്പോൾ പിന്നെ ടി വിയിൽ വെട്ടം മൂവിയൊക്കെ ഇട്ട് കണ്ടിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വലിയ ടാസ്ക് കഴിഞ്ഞ ശേഷം അടുത്ത ടാസ്കിൽ കിടന്നു. അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. പിന്നെ ലൈറ്റ്സ്, ആദ്യം നമുക്ക് ലൈറ്റ്സ് ഫിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം ഓർണമെൻറ്റ്സ് സെറ്റാക്കാൻ. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. അങ്ങനെ ഞാൻ ക്രിസ്മസ് ട്രീ ഒന്ന് തൊട്ടും തലോടിയൊക്കെ ലൈറ്റൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ. ഇതാ കണ്ടില്ലേ, ലൈറ്റ്സൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് എന്തോ ഒരു പോരായ്മ തോന്നിയത്. ലൈറ്റ് കുറച്ച് കുറഞ്ഞു പോയോ. അപ്പോൾ ആ ഒരു കുറവ് നികത്താനായിട്ട് ഞാൻ LED ലൈറ്റ് യൂസ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ശരിയായി. ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റാക്കാം. അപ്പോൾ അതിന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ധ്രുവക്കുട്ടിയും കൂടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു കൊളുത്ത് പോലെ ഉണ്ട്, അതൊന്ന് ഇട്ടിട്ട് വേണം നമുക്ക് ട്രീയിൽ വെക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ ട്രീനെ ഒന്ന് അണിയിച്ചൊരുക്കുന്നത്. അങ്ങനെ ക്രിസ്മസ് ട്രീ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ താഴെ അതിൻ്റെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു സ്കേർട്ടൊക്കെ ഇട്ട് പിന്നെ സാന്റാക്ലോസും പിന്നെ നമ്മുടെ ആ ഒരു ചെറിയ റാന്തൽ വിളക്കൊക്കെ വെച്ച് ഒന്ന് അലങ്കരിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ പുതുതായി മേടിച്ച ഓർണമെൻറ്റ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് വാവയ്ക്കായിട്ട് മേടിച്ചൊരു ഓർണമെൻറ്റ്സ് ആണ്. ഇതിവിടെ TJ Maxx എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിലിനി വാവയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്മസ് ട്രീയും ലൈറ്റ്സൊക്കെ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. Watch out, you better not cry. But I tell you what, Santa Claus is coming to town. He's making a list, checking each choice. No, you're not your night. Santa Claus is coming to town. He see you when you're sleeping. He see you when awake. He see you. He know you're not your night or Santa Claus is coming to town. I done the last part.